നമസ്കാരം. പലരും പറയുന്ന കാര്യമാണ്, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ കുഴിച്ചു മൂടണം. കല്യാണത്തോടുകൂടി എല്ലാ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ആഗ്രഹങ്ങൾ കുഴിച്ചു മൂടണമെന്ന്. ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം കുറച്ച് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നടനാകുക എന്നുള്ളതായിരുന്നു. കഴിവുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം, അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ചില വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് പ്രൂവ്ഡുമാണ്. പക്ഷേ ഈ ജീവിത യാത്രയിൽ നമുക്ക് പല കാര്യങ്ങളെ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഇദ്ദേഹം ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഇപ്പം ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്, കുടുംബകാര്യങ്ങൾ നോക്കണം. പക്ഷേ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ്. അതിനകത്ത് നമുക്ക് എന്തും നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ മാത്രമാണ്. തീരുമാനങ്ങൾ വേണ്ടതെടുക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഈ വിവാഹം എന്നൊരു ഉടമ്പടിയിലൂടെ കുടുംബമെന്ന് പറയുന്നൊരു വ്യവസ്ഥിതിയിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ആ കുടുംബത്തിൻ്റെ അകത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ രണ്ടിലൊന്ന് മാത്രമാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും വിശ്വാസങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. അതിലൊന്നാണ് നമ്മളുടേത്. ഭാര്യയുടെ ഒന്ന്, ഭർത്താവിൻ്റെ ഒന്ന്. കുട്ടികളായി കഴിഞ്ഞാൽ അത്രയും പേരുടെ, ആ കുട്ടികളും ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും കൂടുന്ന ആ കുടുംബത്തിലെ ഒന്ന് മാത്രമാവും ഗൃഹനാഥൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും കുടുംബ ബന്ധത്തിൻ്റെ തീവ്രതയും അല്ലെങ്കിൽ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഗൃഹനാഥൻ്റെ ആഗ്രഹങ്ങൾ പലപ്പോഴും കുഴിച്ചു മൂടുകയാണ് പതിവ്. ഗൃഹനാഥയും ഭാര്യയും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതാണ് ഈ ലോകം മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഈ സുഹൃത്തിന് ഇപ്പോൾ ഒരു മാനസിക ബുദ്ധിമുട്ട്, ഞാൻ എന്ത് ചെയ്യണം, മനസ്സിൽ ഇപ്പോഴും ആഗ്രഹം കിടപ്പുണ്ടല്ലോ, എന്ത് ചെയ്യണം എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് വൃദ്ധസദനങ്ങളിൽ പോകണം, അല്ലെങ്കിൽ ജീവിത സായാഹ്നങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് പോയി അവരോട് ഇടപെടണം. എന്നിട്ട് ചോദിക്കണം, എന്ത് തോന്നുന്നു ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴെന്ന്. അപ്പോൾ അവർ പറയും, ഞാൻ ഒരിക്കലും ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ച ആളല്ല, എനിക്ക് മറ്റൊരുപാട് ആഗ്രഹങ്ങളായിരുന്നു. ഒരിക്കൽ എന്തെങ്കിലും ഒരു പട്ടാളക്കാരനാകണം, അല്ലെങ്കിൽ കളക്ടർ ആവണം, അല്ലെങ്കിൽ സിനിമാ നടനാകണം, അല്ലെങ്കിൽ പാട്ടുകാരനാകണം, പെയിൻറ്റർ ആവണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ. പക്ഷേ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹങ്ങൾക്കൊക്കെ പ്രസക്തിയില്ല. അത് മറ്റാർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു, കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, സമൂഹത്തിന് വേണ്ടി ജീവിച്ചു, അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിച്ചു. അവസാനം പ്രായമായി കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ലോകത്തേക്ക് പോയി കഴിഞ്ഞ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ആ തണലിൽ, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളുടെ തണലിൽ ജീവിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചതാണ്. അവസാനം ഇവിടെ നിൽക്കുന്നു. തിരിച്ച് ഒരു റിവേഴ്സ് ഗിയർ ഇട്ട് അല്ലെങ്കിൽ റീടേക്ക് എടുത്ത് തിരിച്ചു പോകാനായിട്ടൊന്നും നടക്കത്തില്ല. ജീവിതം അങ്ങനെയാണല്ലോ എന്ന് പറയാം. അപ്പോൾ ഒരിക്കൽ പോയി നോക്കാൻ പറഞ്ഞു. ഞാനെപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ തീരുമാനങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ്. എനിക്കും എന്നെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ബോൺ ഫോർ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ആളാണെന്ന് പറയും. അതായത് കുട്ടിക്കാലം മുതലേ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ വീട്ടിലെ മഹാഭാരതം കാണുന്ന ചെറിയ മിനി സ്ക്രീനിൽ കണ്ട, അതിലേക്ക് ഉറ്റുനോക്കി ഒരുപാട് കണ്ണുകൾ കണ്ടപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്ന ആ സ്ക്രീനിൽ എന്തെങ്കിലും സ്വന്തം ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് വലിയ സ്ക്രീനിലേക്ക് വന്ന് നോക്കുക. അങ്ങനെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിച്ച വഴിയിലല്ലല്ലോ. പല രീതിയിൽ ജീവിതം നമ്മളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കും. നമ്മുടെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും പലതും കടന്നു കയറും. ചിലരാണെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് വേണ്ടെന്ന് വെച്ച് ജീവിതം പറയുന്ന വഴിയിലൂടെ യാത്ര ചെയ്യും. പക്ഷേ ഞാനും അങ്ങനെ ചെയ്യാൻ തയ്യാറായില്ല. ഞാനും ഇതുവരെ വിവാഹം എന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് വന്നു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കും സിനിമയിലെ നായികയെ പോലെ അല്ലെങ്കിൽ മറ്റാരെ പോലെ ഒരു ഭാര്യ എനിക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ദേവതയെ പോലെ ഒരു ഭാര്യ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ഭാര്യയോ ഭർത്താവിനെ നമ്മുടെ ആഗ്രഹങ്ങളെ തണൽ ഏകുന്ന ഒരു സ്പൗസിനെയും നമുക്ക് കിട്ടില്ല. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് വന്നത്. പക്ഷേ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. സമൂഹം സൃഷ്ടിച്ചിരിക്കുന്ന പല വ്യവസ്ഥിതികളിലും ഒരു ടോക്സിക് ആയിട്ടുള്ള ഏറ്റവും അപകടകരമായ ഒരു വ്യവസ്ഥിതിയാണ് കുടുംബം എന്ന് പറയുന്നത്. വിവാഹം എന്ന ഉടമ്പടിയിലൂടെ കുടുംബം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ ടോക്സിക്കാണ്. വീടിനകത്തേക്ക് വന്ന് നോക്കും, അവിടെ എന്തെല്ലാം അപകടകരമായ സാഹചര്യങ്ങളുള്ളത്. നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഇല്ലേ, ആ ഗ്യാസ് ഒന്ന് പൊട്ടിത്തെറിക്കാമെങ്കിൽ ഹൈലി കംപ്രസ്ഡ് ഫോം ഓഫ് ഒരു വീടിനെ തകർത്ത് കളയാൻ പാകത്തിലുള്ള ഒരു ഗ്യാസ് സിലിണ്ടറിനെ നമ്മൾ എത്ര ഭദ്രമായിട്ട് കൊണ്ടു നടക്കുന്നില്ലേ. വൈദ്യുതി എന്ന് പറയുന്നത് അത് മതി, ഒന്ന് ലീക്ക് ചെയ്താൽ നമ്മളൊന്ന് തൊട്ടാൽ നമ്മൾ മരിച്ചു പോകും. എത്രയോ അപകടങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. അത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമുക്ക് ആ വീടിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത്ര അപകടകരമായ സാഹചര്യത്തിലുള്ള ഒരു കുടുംബത്തെ നമുക്ക് നന്നായി കൊണ്ടുപോയിക്കൂടാ എന്നൊരു ചിന്ത എൻ്റെ ജനിച്ചതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിച്ച അതേ സമയത്ത് തന്നെ കുടുംബം എന്ന വ്യവസ്ഥയ്ക്കും അതേ പ്രാധാന്യം കൊടുത്തു. അതിനർത്ഥം ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ മറന്നു എന്നല്ല, ഞാൻ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. പക്ഷേ കാലം മാറിയോടുകൂടി ഞാൻ എൻ്റെ ഉത്തരവാദിത്വം, ഗൃഹനാഥൻ എന്ന് പറയുന്ന, കുടുംബസ്ഥൻ എന്ന് പറയുന്ന ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് ചെയ്തതാണ്. ചില സൂപ്പർ സ്റ്റാറുകളുടെ മുമ്പിൽ ക്യാമറയുമായിട്ട് ചെല്ലുന്ന ആരാധകരെ കണ്ട് അസഹിഷ്ണുതയോടെ നോക്കുന്നവർ നമുക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അവരെ ഒന്ന് കരുതണം, അവരെ ആഗ്രഹിച്ചാണ് അംഗീകാരം, പ്രശസ്തി, മറ്റുള്ളവരെ അറിയുക, ഇതുപോലെ സെൽഫി എടുക്കുക, ഓട്ടോഗ്രാഫ് ചെയ്യുക എന്നൊക്കെ പറയുന്നവരെ ആഗ്രഹിച്ച് വന്നതാണ്. പിന്നെ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? ഒരു ആരാധകൻ ക്യാമറയുമായി വരുമ്പോഴും ഓട്ടോഗ്രാഫ് കൊണ്ടുവരുമ്പോഴും നിങ്ങളുടെ സ്വകാര്യതയെ തലയിടാൻ ശ്രമിക്കുമ്പോഴും ഒക്കെയാണ് നിങ്ങളെ അവർ സ്ക്രീനിലും ഇഷ്ടപ്പെടുന്നത്. അത് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥാനത്തിന് യോഗ്യതയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുടുംബ ഗൃഹനാഥൻ എന്ന് പറയുന്ന ആ ഒരു വേഷത്തെ നന്നായിട്ട് ഉപയോഗിച്ചതാണ്. ഇപ്പോൾ ഈ നിൽക്കുമ്പോൾ, ഈ സംസാരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തിനോട് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്,
ഞാനിന്ന് റിട്ടയർമെൻറ്റ് സ്റ്റേജിലാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തി, അവരെ സ്വന്തം കാലം നിൽക്കാൻ പഠിപ്പിച്ചു, എൻ്റെ ഭാര്യയെ സ്വന്തം കാലം നിൽക്കാൻ പഠിപ്പിച്ചു, കുടുംബ അന്തരീക്ഷം ഏകദേശം സേഫാക്കി. എനിക്ക് റിട്ടയർമെൻറ്റ് സമയമായി. കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ നിന്നും റിട്ടയർമെൻറ്റിൽ നിന്നും എനിക്ക് എൻ്റെ സ്വപ്നങ്ങളിലേക്ക് തേടി പോകാനാണ്. ഇനി എൻ്റെ ജീവിതം കിടക്കുകയാണ്. യഥാർത്ഥ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജോലിക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വെറുതെ മരണത്തെ കാത്തിരിക്കുക, അമ്പലത്തിൽ പോകുക എന്നുള്ളതൊന്നുമല്ല. അത് മരണമാണ് യഥാർത്ഥ റിട്ടയർമെൻറ്റ്. അത് എപ്പോൾ എവിടെ എങ്ങനെയും നമുക്കറിയാൻ പറ്റില്ല. അത് ആർക്കും ഏത് വിധത്തിലും കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രായമാകുമ്പോഴും കയറി വരാറുണ്ട്. അതുകൊണ്ട് അതൊന്നുമല്ല, നമ്മൾ ജീവിത അവസാനം വരെ ഒരു കൊച്ചുകുട്ടിയെ പോലെ. ഞാനിപ്പോഴും ചെറുപ്പക്കാരനാണ്, എൻ്റെ പ്രൊഫഷണലി ചെറുപ്പക്കാരനാണ്. ഇനിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. ഇനിയാണ് എന്നിലുള്ള ക്രിയേറ്റിവിറ്റി ലോകം കാണാൻ പോകുന്നത്. ഞാൻ എൻ്റെ കുടുംബത്തോടും പറഞ്ഞു, ഇനി എൻ്റെ സമയമാണ്, എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സുഹൃത്തിനോടും അങ്ങനെയാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടെ നമ്മളെ മാറ്റാൻ ആ സാഹചര്യത്തിന് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളൊരു മനുഷ്യരല്ല, നമ്മൾ ഈ ഭൂമിയിൽ അർഹരായിട്ടുള്ള ഒരാളല്ല. യഥാർത്ഥ പൗരുഷം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തീരുമാനങ്ങളിൽ ജീവിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്നൊന്നുമല്ല. നമ്മൾ എത്രമാത്രം നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ചു നിന്നു എന്നതിലാണ് ഒരു പൗരുഷം തെളിയിക്കുന്നത്. ഞാൻ കൊടുത്ത് 100% ഞാനൊരു പുരുഷനാണെന്ന് പറയും. കാരണം എപ്പോഴും ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പകഞ്ഞു മാറ്റാതെ, എൻ്റെ ഇഷ്ടങ്ങളെ പകഞ്ഞു മാറ്റാതെ, മറ്റുള്ള ഇഷ്ടങ്ങളെ ചേർത്ത് പിടിച്ച് എനിക്ക് കിട്ടിയ ഉത്തരവാദിത്തത്തെ കൃത്യമായിട്ട് ചെയ്തതാണ് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്. ഞാനിപ്പോൾ സുഹൃത്തിനോടും പറഞ്ഞു, അങ്ങനെയാണ്. ഒരു കല്യാണം കഴിച്ചു എന്ന് കരുതി അല്ലെങ്കിൽ സാഹചര്യം മാറിയെന്ന് കരുതി നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വെക്കരുത്. ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെ താലോലിക്കുകയെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാലത്ത് ഇതുപോലെ റിട്ടയർമെൻറ്റ് സമയത്ത് അതിനുവേണ്ടി ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പാഠമാക്കാം. ഒരു വിവാഹം കഴിച്ചെന്ന് കരുതിയോ, കുടുംബത്തിലെത്തിയെന്ന് കരുതിയോ, പ്രാരാബ്ദം വന്നെന്ന് കരുതിയോ, രോഗം വന്നെന്ന് കരുതിയോ ഒന്നും നമ്മുടെ ഇഷ്ടങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ഒന്നും ഒരു തടസ്സമാവില്ല. അവസാന നിമിഷം മരണക്കിടക്കെ കിടക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ജീവിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നിടത്താണ് ജീവിതം പൂർണ്ണമാകുന്നത്. അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല, എൻ്റെ ജീവിതം പാഴ്ജന്മമായി പോയി എന്ന് ചിന്തിക്കുന്നിടത്ത് അത് ജീവിതമല്ല, അത് പാഴ്ജന്മമായി തന്നെ മാറുകയാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തോട് ഞാൻ പറഞ്ഞത്, ഒരിക്കൽ ഏതെങ്കിലും സായാഹ്നത്തിയിരിക്കുന്ന ആൾക്കൂട്ടത്തിലേക്ക് ചെല്ലൂ, അവരോട് ചോദിക്കൂ, നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു എന്ന്. അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും നല്ലത് വരട്ടെ.